Hi friends, welcome back to my today's class ICD-10 Coding Guidelines Chapter 4. Chapter 4 Endocrine, Nutritional and Metabolic Diseases ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത് ഡയബറ്റിക് മെലിറ്റസ് ടൈപ്സ് അതിൻ്റെ കോഡിംഗ് ഗൈഡ്ലൈൻസ് ആണ്. അപ്പം നമുക്ക് ഇന്ന് ജനറൽ ആയിട്ട് എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം, അതിൻ്റെ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഡയബറ്റിക് മെലിറ്റസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ ഇതില് കോഡ് റേഞ്ച് വരുന്നത് E00 to E89 ആണ്. അപ്പൊ എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് നോക്കാം. എൻഡോക്രൈൻ സിസ്റ്റം എന്താണ്? എൻഡോക്രൈൻ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് ഗ്ലാൻഡ്സ് ദാറ്റ് ക്രിയേറ്റ്സ് ആൻഡ് റിലീസസ് ഹോർമോൺസ്. എൻഡോക്രൈൻ സിസ്റ്റത്തില് ഗ്ലാൻഡ്സ് ഉണ്ട്, അതെന്താണ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ്സ് ഉണ്ട്. ഈ ഹോർമോൺ എന്ന് വെച്ചാൽ എന്താണ്? ഹോർമോൺസ് ആർ കെമിക്കൽസ് ദാറ്റ് കോർഡിനേറ്റ് ഡിഫറെന്റ് ഫങ്ഷൻ ഇൻ ബോഡി ബൈ ക്യാരിങ് മെസ്സേജസ് ത്രൂ ബ്ലഡ് ഇൻ ടു ദി ഓർഗൻസ്, സ്കിൻ, മസിൽസ് ആൻഡ് അതർ ടിഷ്യൂസ്. ഈ ഹോർമോൺസ് എന്ന് വെച്ചാൽ ഒരു കെമിക്കലാണ്. ഇത് നമ്മുടെ ബോഡിയുടെ ഓരോ ഓർഗൻസ്, സ്കിന്ന്, ഇതിൻ്റെയൊക്കെ ഫങ്ഷന് നിയന്ത്രിക്കുന്നു. എങ്ങനെയാണ്? ത്രൂ ബ്ലഡ് വഴി ഇതിന്റെ സിഗ്നൽസ് ക്യാരി ചെയ്ത് ഇത് നമ്മുടെ ബോഡിയുടെ ഫങ്ഷൻസ് ഒക്കെ നിയന്ത്രിക്കുന്നതാണ് ഈ ഹോർമോൺസിന്റെ പ്രവർത്തനം. അപ്പൊ ഇതെന്താ? ദീസ് സിഗ്നൽസ് വിൽ കൺട്രോൾ അവർ ബോഡി ബൈ വാട്ട് ടു ഡു ആൻഡ് വെൻ ടു ഡു. നമ്മുടെ ബോഡിയിലെ ഓരോ ഫങ്ഷന് എപ്പോൾ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ഹോർമോൺസ് ആണ്. ഹോർമോൺസ് ആർ എസെൻഷ്യൽ ഫോർ ലൈഫ് ആൻഡ് ഹെൽത്ത്. നമ്മുടെ ബോഡിയിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഹോർമോൺസ്. ഈ ഫങ്ഷൻസ് ഓഫ് എൻഡോക്രൈൻ സിസ്റ്റംസ് എന്തൊക്കെയാണ്? മെറ്റാബോളിസം, ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാസിസ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ ലെവല്, ടെമ്പറേച്ചർ, ഇതൊക്കെ കൺട്രോൾ ആക്കി വെക്കുന്ന ആ സ്റ്റേറ്റ് ആണ് ഹോമിയോസ്റ്റാസിസ്. നെക്സ്റ്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, സെക്ഷൽ ഫങ്ഷൻ, റീപ്രൊഡക്ഷൻ, നെക്സ്റ്റ് സ്ലീപ്പ് ആൻഡ് വേക്ക് സൈക്കിൾ, മൂഡ്, ഇതെല്ലാമാണ് എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ മെയിൻ ഫങ്ഷൻസ്. എൻഡോക്രൈൻ സിസ്റ്റത്തില് എന്തൊക്കെ ഡിസീസസ് ആണുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത് ഡയബറ്റിക് മെലിറ്റസിന്റെ കോഡിംഗ് ഗൈഡ്ലൈൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഡയബറ്റിക് മെലിറ്റസും അതിന്റെ ടൈപ്സ് എന്തൊക്കെയാണെന്നാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഡിസീസസ് വരുന്നതാണ് ടൈപ്പ് 1 ഡയബറ്റിക് മെലിറ്റസ്, ടൈപ്പ് 2 ഡയബറ്റിക്, ജെസ്റ്റേഷണൽ ഡയബറ്റിക്, മെറ്റബോളിക് സിൻഡ്രോം, ഒബീസിറ്റി, പാൻക്രിയാറ്റിക് ക്യാൻസർ, സോ ഫോർ. അപ്പൊ ഇതൊക്കെയാണ് എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഡിസീസസ്. ഇനി ഡയബറ്റിക് മെലിറ്റസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള ഇൻസുലിൻ ഇല്ലാത്ത അവസ്ഥയാണ്, ആ ഡിസീസസ് ആണ് ഡയബറ്റിക് മെലിറ്റസ്. ഡയബറ്റിക് മെലിറ്റസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 1 ഡയബറ്റിക് മെലിറ്റസ്, ടൈപ്പ് 2 ഡയബറ്റിക് മെലിറ്റസ്. ഇനി ടൈപ്പ് 1 എന്താണെന്ന് നോക്കാം. Type 1 diabetic mellitus is a chronic autoimmune disease that prevents the pancreas from making insulin. നമ്മുടെ പാൻക്രിയാസ് ആണ് ഇൻസുലിൻ മേക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ടൈപ്പ് 1 ഡയബറ്റിക് മെലിറ്റസില് എന്ത് ചെയ്യും? പാൻക്രിയാസിനെ ഇൻസുലിൻ മേക്ക് ചെയ്യാതെ പ്രിവെന്റ് ചെയ്യുന്ന ആ അവസ്ഥയാണ് ടൈപ്പ് 1 ഡയബറ്റിക് മെലിറ്റസ്. It requires daily management with the insulin injection and blood sugar monitoring. അപ്പൊ ഈ ടൈപ്പ് 1 എങ്ങനെയാന്ന് വെച്ചാൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനേ പറ്റത്തില്ല, ഒരിക്കലും കുറച്ചുപോലും ഇൻസുലിൻ ഇല്ലാത്ത അവസ്ഥയാണ് ടൈപ്പ് 1 ഡയബറ്റിക് മെലിറ്റസ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റ് എപ്പോഴും ഡീഫോൾട്ട് ആയിട്ട് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടേ ഇരിക്കണം. അതാണ് അവർക്ക് ഡെയിലി മാനേജ്മെന്റ് ആയിട്ട് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടേ ഇരിക്കണം. ബോത്ത് ചിൽഡ്രൻ ആൻഡ് അഡൾട്ട് ക്യാൻ ഡയഗ്നോസ്ഡ് വിത്ത് ടൈപ്പ് 1 ഡയബറ്റിക് മെലിറ്റസ്. ഇപ്പം ടൈപ്പ് 1 ആർക്കൊക്കെ വരാം? ചിൽഡ്രൻസിനും വരാം, അഡൾട്ട്സിനും വരാം. അപ്പോൾ ഈ ടൈപ്പ് 1 ഡയബറ്റിക് മെലിറ്റസിന്റെ മറ്റൊരു പേരാണ് ജുവനൈൽ ഡയബറ്റിക് മെലിറ്റസ് അല്ലെങ്കിൽ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിക് മെലിറ്റസ്. ജുവനൈൽ എന്ന് വെച്ചാൽ എന്താണ്? കുട്ടികൾ. ചിൽഡ്രൻസിനെ അഫക്റ്റ് ചെയ്യുന്ന
ഡയബറ്റിക് മെലിറ്റസ് ആണ് ടൈപ്പ് 1. അപ്പൊ ഇതിന് ജുവനൈൽ ഡയബറ്റിസ് എന്നും പറയാം. അതേപോലെ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ആണ്. ഇത് ഓൾവേസ് ഇൻസുലിൻ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ ഇത് ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിക് മെലിറ്റസും ആണ്. അതാണ് ഇതിന്റെ മറ്റൊരു പേര്. ഇനി ടൈപ്പ് 2 ഡയബറ്റിക് മെലിറ്റസ് എന്ന് വെച്ചാൽ when the pancreas does not make enough insulin, അതായത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ആകും പക്ഷെ ആവശ്യത്തിനുള്ള ഇൻസുലിൻ ഇല്ലാത്ത അവസ്ഥയാണ് ടൈപ്പ് 2 ഡയബറ്റിക് മെലിറ്റസ്. ടൈപ്പ് 1 ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ടൈപ്പ് 1. ടൈപ്പ് 2 ആവശ്യത്തിന് ഇൻസുലിൻ ഇല്ലാത്ത അവസ്ഥ. ഓൾസോ നോൺ ആസ് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിക് മെലിറ്റസ്. ഇത് എപ്പോഴും ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ള ഇതില്ല. അതുകൊണ്ട് ഇതിന്റെ മറ്റൊരു പേര് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിക് മെലിറ്റസ്. അഡൾട്ട് ഓൺസെറ്റ് ഡയബറ്റിക് മെലിറ്റസ്. ഇത് അഡൾട്ടിനെ മാത്രമേ അഫക്റ്റ് ചെയ്യത്തുള്ളൂ, കുട്ടികളെ അഫക്റ്റ് ചെയ്യത്തില്ല. കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്നതാണ് ടൈപ്പ് 1. അപ്പൊ ടൈപ്പ് 2 അഡൾട്ടിന് മാത്രമേ വരത്തുള്ളൂ. കോംപ്ലിക്കേഷൻ ഓഫ് ടൈപ്പ് 2 ഡയബറ്റിക് മെലിറ്റസ് എന്തൊക്കെയാണ്? കൊറോണറി ആർട്ടറി ഡിസീസ്, പെരിഫറൽ ആർട്ടറി ഡിസീസ്, സെറിബ്രോവാസ്കുലർ ഡിസീസ്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഇത് ഡയബറ്റിക് റിലേറ്റഡ് റെറ്റിനോപ്പതി, ഡയബറ്റിക് റിലേറ്റഡ് മാക്കുലർ എഡിമ. ഇതിനൊക്കെ നമ്മുടെ ഈ ചാപ്റ്ററിൽ കോമ്പിനേഷൻ കോഡ്സ് ഉണ്ട്. ഈ ഡയബറ്റിക് മെലിറ്റസ് വിത്ത് കൊറോണറി ആർട്ടറി ഡിസീസ്, ഡയബറ്റിക് മെലിറ്റസ് വിത്ത് PAD, ഇങ്ങനെ എല്ലാത്തിനും കോമ്പിനേഷൻ കോഡ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കോംപ്ലിക്കേഷൻ മാത്രം ആഡ് ചെയ്തിരിക്കുന്നത്. ഇനിയും കൂടുതൽ കോംപ്ലിക്കേഷൻ ഒക്കെ ഇതിനുണ്ട്, ഇത് മാത്രം ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് മാത്രമായിട്ടുള്ള ഗൈഡ് ലൈനും നമ്മുടെ ചാപ്റ്ററിൽ ഉണ്ട്. അടുത്ത മറ്റൊരു ടൈപ്പാണ് ജെസ്റ്റേഷണൽ ഡയബറ്റിക് മെലിറ്റസ്. ഈ ജെസ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ്? കോമൺ ആയിട്ട് ജെസ്റ്റേഷൻ എന്ന് വെച്ചാൽ പ്രഗ്നൻസി. അപ്പൊ ജെസ്റ്റേഷണൽ ഡയബറ്റിക് മെലിറ്റസ് എന്ന് വെച്ചാൽ ഒരാൾക്ക് ഡയബറ്റിക് മെലിറ്റസ് ഇല്ല, പക്ഷെ വുമൺ പ്രഗ്നന്റ് ആകുമ്പോൾ മാത്രം ഡെവലപ്പ് ആകുന്ന ആ ഡയബറ്റിക് മെലിറ്റസ് ആണ് ജെസ്റ്റേഷണൽ ഡയബറ്റിക് മെലിറ്റസ്. പക്ഷെ അവർക്ക് മുമ്പ് ഡയബറ്റിക് മെലിറ്റസ് ഉണ്ടാകണമെന്നില്ല. But during pregnancy level, gestational diabetic mellitus is a condition in which a woman without diabetic mellitus develop develop high blood sugar level during pregnancy. During pregnancy le high blood sugar level വരുന്ന ആ condition ആണ് gestational diabetic mellitus. It is caused by other hormones produced during pregnancy that can make ഇൻസുലിൻ ലെസ് എഫക്റ്റീവ്. അപ്പോൾ ഡ്യൂറിങ് പ്രഗ്നൻസിയിൽ നമുക്ക് കൂടുതൽ മറ്റു ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അത് കാരണം അങ്ങനെയുള്ള ഹോർമോൺസ് ഒക്കെ ചിലപ്പോൾ ഈ ഇൻസുലിനെ റെസിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇൻസുലിൻ കുറഞ്ഞു വരും. ആ അവസ്ഥയാണ് ജെസ്റ്റേഷണൽ ഡയബറ്റിക് മെലിറ്റസ്. ഈസ് എ കണ്ടീഷൻ റെഫർ ടു ആസ് ഇൻസുലിൻ റെസിസ്റ്റന്റ് എന്നും പറയാം. Gestational diabetic mellitus usually appears during the middle of pregnancy. ഇതിന്റെ മിഡിൽ ഓഫ് പ്രഗ്നൻസിയിലാണ് ഇത് കൂടുതലായിട്ടും കാണാറുള്ളത്. ഏത് ട്രൈമസ്റ്ററാണ്? ബിറ്റ്വീൻ 24 and 28 വീക്സ് ഓഫ് ജെസ്റ്റേഷൻ. ഇതിലാണ് കൂടുതലായിട്ടും കാണാറുള്ളതെന്ന് പറയുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ ജനറൽ ആയിട്ട് എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം, എന്താണ് ഡയബറ്റിക് മെലിറ്റസ്, ടൈപ്സ് ഓഫ് ഡയബറ്റിക് മെലിറ്റസ്, ഇതൊക്കെ. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കോഡിംഗ് ഗൈഡ് ലൈൻസ് കാണാം. ഇത് എന്തൊക്കെയാണ് ടൈപ്പ് 1. ഇതിൽ കോഡിംഗ് ഗൈഡ് ലൈൻസിൽ വരുന്നത് കൂടുതലായിട്ട് ഡയബറ്റിക് മെലിറ്റസിനെ കുറിച്ചാണ്. അപ്പൊ അതിൽ കുറെ കോമ്പിനേഷൻ കോഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് എൻ്റെ ഒരു സബ്സ്ക്രൈബറിന്റെ റിക്വസ്റ്റ് കൊണ്ടാണ് ഈ ക്ലാസ് ഞാൻ എടുത്തേക്കുന്നത്. കണ്ടിട്ടൊന്ന് കമന്റ് ചെയ്യണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഗൈഡ് ലൈൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, മറക്കാതെ കാണണം. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. കൂടുതൽ ക്ലാസ്സസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. താങ്ക് യു ഫ്രണ്ട്സ്.